അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നബി തങ്ങളുടെ ബാക്കി കഥ പറയൂ ബാബ. നീ ഇന്ന് വളരെ ആവേശത്തിലാണല്ലോ അമീർ. അതെ ബാബ. ഇൻഷാ അല്ലാ ഇന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു കഥ ഞാൻ പറയാം. ശ്രദ്ധയോടെ കേൾക്കുക. ബിസ്മില്ലാ. കഴിഞ്ഞ കഥയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായിരുന്നപ്പോൾ അനാഥനായതും അദ്ദേഹത്തിന്റെ അമ്മാവൻ അബൂ ത്വാലിബ് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തതും നമ്മൾ പറഞ്ഞു. പിന്നീട് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുകയും മക്കയിൽ താമസിക്കുകയും ചെയ്തു. പ്രവാചകന്റെ വിനയപൂർവമായ ആരംഭത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സമ്പന്നനും ബഹുമാന്യനുമായി തീർന്നിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 3 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ചു. എന്നാൽ ആൺകുട്ടികളിൽ ആരും തന്നെ ജീവിച്ചില്ല. എല്ലാവരും ശൈശവത്തിൽ തന്നെ മരിച്ചു. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ വളരെയധികം സ്നേഹിച്ചു. അവനിൽ വിശ്വാസം കണ്ടെത്തുകയും ചെയ്തു. ഇക്കാലത്ത് ഒരു സംഘം അറബ് കൊള്ളക്കാർ സയ്യിദ് എന്ന ബാലനെ അവന്റെ മാതാവിന്റെ കൈകളിൽ നിന്ന് പിടിച്ചെടുത്തു. പിന്നീട് കൊള്ളക്കാർ ആ ബാലനെ ഉക്കാസ് എന്ന കമ്പോളത്തിൽ അടിമയായി വിറ്റു. അവനെ വാങ്ങിച്ചത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബന്ധുവായിരുന്നു. അദ്ദേഹം അവനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവനെ ഒരു സമ്മാനമായി പ്രവാചകനെ ഏൽപ്പിച്ചു. പ്രവാചകന് സയ്യിദുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അവനെ പ്രിയപ്പെട്ട എന്നർത്ഥം വരുന്ന അൽ ഹബീബ് എന്ന് പരാമർശിച്ചിരുന്നു. സയ്യിദിനെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉപദേഷ്ടാവായി പരിഗണിക്കുകയും അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു. അവന് ഒരു ആത്മീയ മനസ്സും പ്രവാചകന്റെ നല്ല ധാർമ്മികതയും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സയ്യിദിന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ദുഃഖിക്കുന്നുണ്ടായിരുന്നു. അവർ ഓരോ ദിവസവും തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹജ്ജ് നിർവഹിക്കാൻ സയ്യിദിന്റെ മാതാപിതാക്കൾ മക്ക സന്ദർശിച്ചു. അവർ അവിടെ വച്ച് സയ്യിദിനെ കണ്ടു. വലിയ ആശ്വാസത്തോടെ അവർ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഈ മഹത്തായ വാർത്തയറിഞ്ഞപ്പോൾ ഒരു സഞ്ചി നിറയെ സ്വർണവുമായി വന്ന് പിതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. തന്റെ മകനെ അവന്റെ ഉടമയിൽ നിന്ന് തിരികെ വാങ്ങാൻ കഴിയുമെന്ന് ആ പിതാവ് കരുതി. സയ്യിദിന്റെ പിതാവ് പ്രവാചകനെ കണ്ടു. കുട്ടിയെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആരെ വിട്ടയക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ അടിമ സയ്യിദിനെ. പിതാവ് മറുപടി പറഞ്ഞു, നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരു വഴി കാണിച്ചു തരാം. സ്വർണം കൊടുക്കാതെ. ആ പിതാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അവനെ നിങ്ങളുടെ മുൻപിൽ വിളിക്കാം. അവൻ നിങ്ങളുടെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ഞാൻ മോചിപ്പിക്കാം. നിങ്ങൾക്ക് അവനെ സന്തോഷത്തോടെ കൊണ്ടുപോകാം. അതിന് നിന്നിൽ നിന്ന് ഞാൻ പണം എടുക്കും. പ്രവാചകൻ തുടർന്നു, പക്ഷേ അവൻ എന്നോടൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചാൽ നിങ്ങളോട് കൂടെ പോരുവാൻ ഞാൻ അവനെ നിർബന്ധിക്കുകയില്ല. സയ്യിദിന്റെ പിതാവ് സമ്മതിച്ചു. അവർ അവനെ വിളിച്ചു. പ്രവാചകൻ കാര്യങ്ങൾ അവനോട് വിശദീകരിച്ചു. എന്നിട്ട് തീരുമാനമെടുക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങയോടൊപ്പം നിൽക്കും, അവൻ പെട്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൻ്റെ പിതാവ് ഞെട്ടി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു അടിമയെപ്പോലെ കഴിയാനാണോ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, പിതാവേ, ഇദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്നിൽ ആഴത്തിൽ സ്പർശിക്കുന്നു. സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നു. എനിക്ക് അദ്ദേഹത്തെ വിട്ടു പോകാനും മറ്റെവിടെയെങ്കിലും ജീവിക്കാനും കഴിയില്ല. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ ഹൃദയം വിങ്ങിപ്പോയി. പ്രവാചകൻ സയ്യിദിനെ നഗരത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടു നിർത്തി. ഇവൻ എൻ്റെ മകനാണ്, ഞങ്ങൾ പരസ്പരം അവകാശപ്പെടുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തൽഫലമായി ആ ദിവസങ്ങളിൽ സയ്യിദിനെ സയ്യിദ് ബിൻ മുഹമ്മദ് എന്ന് പുനർനാമകരണം ചെയ്തു. ഈ സ്നേഹബന്ധം അവസാന ശ്വാസം വരെ നീണ്ടു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായി. അദ്ദേഹം തൻ്റെ ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യം യുദ്ധങ്ങളിൽ തകർന്നു. അദ്ദേഹത്തിൻ്റെ ജനം ബാബർ മതത്തിൽ കുടുങ്ങി. അവർ അന്ധവിശ്വാസികൾക്കും വിഗ്രഹാരാധനയ്ക്കും അടിമകളായിരുന്നു. ആളുകൾ പരസ്പരം എപ്പോഴും പോരടിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഹീറ പർവ്വതത്തിലെ ഗുഹയ്ക്കകത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പ്രവാചകന്. പല രാത്രികളിലും അദ്ദേഹം അവിടെ ചിലവഴിച്ചിരുന്നു.
തൻ്റെ ആഴത്തിലുള്ള ചിന്തകളും ആശയങ്ങളും അദ്ദേഹം സർവ്വലോകജ്ഞാനിയായ അള്ളാഹുവുമായി പങ്കുവച്ചിരുന്നു. അതുപോലെയുള്ള ഒരു രാത്രിയിൽ അടുത്തൊന്നും ആരും ഇല്ലാതിരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മലക്കിനെ കണ്ടപ്പോൾ പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മലക്ക് അദ്ദേഹത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ടു. പഠിക്കാൻ പോയിട്ടില്ലാതിരുന്ന പ്രവാചകന് എങ്ങനെ വായിക്കാനാകും? എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പ്രവാചകൻ മലക്കിനോട് പറഞ്ഞു. പെട്ടെന്ന് മലക്ക് അദ്ദേഹത്തെ ഉയർത്തിയെടുത്ത് അമർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, വായിക്കുക. എനിക്ക് വായിക്കാൻ അറിയില്ല, പ്രവാചകൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. മലക്ക് അദ്ദേഹത്തെ ഒന്നുകൂടി ഞെക്കിപ്പിടിച്ചു. അപ്പോൾ നബിതങ്ങൾ തളർന്നുപോയി. മലക്ക് പറഞ്ഞു, വായിക്കുക. നിന്റെ നാഥന്റെ നാമത്തിൽ മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിന്റെ നാഥൻ അത്യധികം ശ്രേഷ്ഠനാണ്. അവൻ പേനയുപയോഗിച്ച് എഴുതാൻ പഠിപ്പിക്കും. ഒന്നും അറിയാത്തവനാണെങ്കിൽ പോലും. പ്രവാചകൻ വിറയ്ക്കുന്ന ഹൃദയത്തോടെ ആ വാക്കുകൾ ആവർത്തിച്ചു. താൻ അനുഭവിച്ച ആ സംഭവത്തിന്റെ അമ്പരപ്പിൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്നെ പൊതിയുക. ഇത് പറയുമ്പോൾ അദ്ദേഹം ഭയന്ന് വിറയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭയം മുഴുവനായും നീങ്ങുന്നതുവരെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ ഒരു പുതപ്പ് കൊണ്ട് മൂടി. സംഭവിച്ചത് എന്താണെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അദ്ദേഹം പൂർത്തിയാക്കിയപ്പോൾ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നുണ്ടോ? അത്തരം ഒരു കാര്യം സംഭവിക്കില്ല. അവർ മറുപടി നൽകി, അള്ളാഹു അത് തടയും. അങ്ങ് പറയുന്നത് സത്യമാണ്. നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസിയാണ്. തുടർന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ബന്ധുവായ വരാവ ഇബ്നു നൗഫലിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം വൃദ്ധനും അന്ധനുമായിരുന്നു. അദ്ദേഹത്തിന് ഗ്രന്ഥങ്ങൾ നന്നായിട്ടറിയാമായിരുന്നു. അദ്ദേഹം ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. പ്രവാചകന് സംഭവിച്ച കാര്യം അവർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞു. ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന പരിശുദ്ധാത്മാവാണ്. അദ്ദേഹം തൻ്റെ ജനത്തിനു വേണ്ടി പ്രവാചകനാകും. ധീരനായിരിക്കാൻ അദ്ദേഹത്തോട് പറയുക. അദ്ദേഹം തുടർന്നും വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അത് അദ്ദേഹം ഓർത്തുവയ്ക്കുകയും അനുയായികൾക്ക് അത് ആട്ടിൻ തോലിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തു. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്കും കേൾപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ജനത്തോട് പ്രസംഗിച്ചു തുടങ്ങി. പ്രവാചകന്റെ ആദ്യത്തെ കുറച്ചു വർഷങ്ങളിൽ പ്രവാചകൻ തൻ്റെ കുടുംബത്തോടും അടുത്ത സുഹൃത്തുക്കളോടുമായിരുന്നു പ്രസംഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ വനിത. അദ്ദേഹത്തിൻ്റെ ബന്ധു അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ആദ്യമായി ഇസ്ലാമിലേക്ക് മാറിയ കുട്ടി. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യത്തെ അടിമ സയ്യിദായിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആദ്യ സ്വതന്ത്ര പുരുഷൻ പ്രവാചകന്റെ പഴയ സുഹൃത്ത് അബൂബക്കർ ആയിരുന്നു. ഒരു അത്ഭുതകരമായ കഥയായിരുന്നു അത്. ഈ കഥ ഇഷ്ടപ്പെട്ടോ അമീർ? യെസ്, ആളുകൾ അദ്ദേഹത്തെ വെറുത്തിരുന്നു. അതെ അമീർ, അത് വളരെ നിർഭാഗ്യകരമായിരുന്നു. മറ്റെല്ലാ പ്രവാചകരെയും പോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനേകം എതിർപ്പുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. എന്നാൽ നബി തങ്ങൾ തളർന്നില്ല. അദ്ദേഹം തൻ്റെ ജനത്തോട് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. നീ ചോദ്യങ്ങൾക്ക് തയ്യാറാണോ അമീർ? അതെ ബാബ. ശരി, സയ്യിദ് പ്രവാചകനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? സയ്യിദിനെ ചില അറബി കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോകുകയും പിന്നീട് സയ്യിദിനെ ഒരു അടിമയായി വിൽക്കുകയും ചെയ്തു. ഖദീജ ബീബിയുടെ ബന്ധുവാണ് സയ്യിദിനെ ചന്തയിൽ നിന്ന് വാങ്ങിയത്. മാതാപിതാക്കൾ വന്നിട്ടും സയ്യിദ് നബിയെ വിട്ടു പോകാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? പ്രവാചകൻ സയ്യിദിനെ അടിമയായി കണക്കാക്കിയിരുന്നില്ല. അദ്ദേഹം അവനെ നന്നായി സ്നേഹിച്ചിരുന്നു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ നന്നായി പരിപാലിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ നബിയുടെ കൂടെ തങ്ങാൻ തീരുമാനിച്ചത്. അതും ശരിയാണ്.